കുർദിസ്ഥാൻ പാർലമെന്റിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നൽകി വന്നിരുന്ന ന്യൂനപക്ഷ സംവരണ സീറ്റുകൾ റദ്ദാക്കാൻ തീരുമാനമെടുത്ത ഇറാഖി കോടതിയുടെ വിധിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾ രംഗത്ത്. ഇർബിലിലെ ക്രൈസ്തവ ഭൂരിപക്ഷ ജില്ലയിലെ എൻഖാവയിൽ കഴിഞ്ഞ ദിനം നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രതിഷേധിക്കാനായി നൂറുകണക്കിന് ക്രൈസ്തവരാണ് ഒത്തുകൂടിയത്. ഫെബ്രുവരി അവസാനം രാജ്യത്തെ ഫെഡറൽ സുപ്രീം കോടതിയാണ് വംശമത ന്യൂനപക്ഷങ്ങൾക്ക് കുർദിസ്ഥാൻ പ്രവിശ്യ പാർലമെന്റിൽ നൽകി വരുന്ന സംവരണ സീറ്റുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന വിധി പ്രസ്താവന നടത്തിയത്. ഇതിന് പിന്നാലെ ബാഗ്ദാദിലെ കോടതി വിധി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ക്രൈസ്തവ വിശ്വാസികൾ എൻകാവയിലെ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിന് മുന്നിൽ ഒരുമിച്ച് ചേരുകയായിരുന്നു. ഫെഡറൽ കോടതിക്ക് ഈ തീരുമാനം പുനഃപരിശോധിക്കുവാൻ സാധിക്കുമെന്നും എന്നാൽ മറ്റാർക്കും അപ്പീൽ നൽകാനുള്ള അവകാശമില്ലെന്നും അഭിഭാഷകനും കൽദായൻ ലീഗിന്റെ അധ്യക്ഷനുമായ ഖോരാൻ ജബാർ പറഞ്ഞു. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇനി ക്രൈസ്തവ സ്ഥാനാർത്ഥികൾക്ക് ന്യൂനപക്ഷ കോട്ടയിൽ മത്സരിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നിരവധി സാമ്പത്തിക സ്രോതസ്സുകളുള്ള കുർദിഷ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട സാഹചര്യമാണ് ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ഉള്ളത്. അതേസമയം സംവരണ സീറ്റുകൾ തിരികെ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുമെന്ന് കുർദിസ്ഥാൻ പ്രവിശ്യ സർക്കാരിൽ ഗതാഗത സമ്പർക്ക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അനോ ജവഹർ അബ്ദോക്ക ഉറപ്പു നൽകി. നിലവിൽ 1 ലക്ഷത്തോളം ക്രൈസ്തവർ കുർദിസ്ഥാനിൽ ഉണ്ടെന്നാണ് കണക്ക്.